മീനുവിന്റെ കൈകൾ അജയ് മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നന്ദി. ജീവിതത്തിൽ ആദ്യമായാണ് അവൻ ആ വാക്കു പറയുന്നത്. മീനു ചെറുതായി പുഞ്ചിരിച്ചു. എന്റെ കലിപ്പിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അജയ് ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു. ആ നിമിഷം താൻ അറിയാതെ തന്നെ ഈ കാന്താരിയെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി മീനു ജനലിനരികിൽ ഇരുന്ന് എന്തോ ആലോചനയിൽ മുഴുകിയിരുന്നു. അജയ് പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ കണ്ടില്ലെന്ന പോലെ പുറത്തേക്ക് തന്നെ നോക്കി. അവളെ ഒന്ന് നോക്കിപ്പിക്കാനായി അജയ് മനഃപൂർവ്വം ഒന്ന് ചുമച്ചു. പ്രതികരണമില്ല. ഓ, മനഃപൂർവ്വം എന്നെ അവഗണിക്കാണല്ലേ? അവൻ മേശപ്പുറത്തിരുന്ന ജഗ് എടുത്ത് ഒരു നിമിഷം പോലും ആലോചിക്കാതെ തണുത്ത വെള്ളം മുഴുവൻ മീനുവിന്റെ തലയിലൂടെ ഒഴിച്ചു. ആ! മീനു ഞെട്ടി എഴുന്നേറ്റു. എന്താ ഈ കാണിച്ചത്? നിങ്ങൾക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അജയ് ചിരിച്ചു. ഞാൻ വന്നിട്ട് എന്നെ മെയിൻറ് ചെയ്യാതിരുന്നാൽ ഇതാണ് ശിക്ഷ. മീനു കണ്ണുരുട്ടി. നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട്. പോയി തല തുടച്ചിട്ട് വാ പെണ്ണേ. ആ പെണ്ണെ എന്ന ഒറ്റ വാക്കിൽ പോലും വാത്സല്യം നിറഞ്ഞിരുന്നു. മീനു ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവനെ മെല്ലെ തള്ളി. നിങ്ങൾ എന്നോട് മിണ്ടണ്ട എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു. തിരികെ വന്ന് കിടക്കയിൽ കയറി മുഖം തിരിച്ചു കിടന്നു. മീനു, അജയ് നിങ്ങൾ എന്നെ ആ ദിവസം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. ആരുമില്ലാത്ത ഈ പെണ്ണിന് നിങ്ങൾ സുരക്ഷയ്ക്കായി കെട്ടിത്തന്ന ഈ താലി. അവൾ താലിയിൽ മെല്ലെ വിരൽ തഴുകി. അതെനിക്ക് വെറുമൊരു സുരക്ഷയായിരുന്നില്ല, എന്റെ ജീവനേക്കാൾ വിലയുള്ള ബന്ധമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാതിരുന്നാൽ ഈ ജന്മത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? അജയ്ക്ക് ഒന്നും പറയാനായില്ല. അവൻ മെല്ലെ അവളെ തന്റെ നെഞ്ചിലോട്ട് ചേർത്തു പിടിച്ചു. മീനുവിന്റെ കണ്ണുനീർ അവന്റെ രോമാവൃതമായ നെഞ്ചിൽ വീണലിഞ്ഞു. അവളുടെ നെറുകയിൽ അവൻ ചുണ്ടുകൾ മെല്ലെ ചേർത്തു. ആ രാത്രി ആലിംഗനത്തിൽ ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ മാത്രം സംസാരിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇപ്പോൾ വീട്ടിൽ പഴയ അജയ് ഇല്ലായിരുന്നു. രാവിലെ അമ്മയോടൊപ്പം ചായ കുടിക്കും, അനന്തരവനോടൊപ്പം കളിക്കും, ഓഫീസിൽ സ്റ്റാഫിനോട് ചിരിക്കാനും തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരു ദിവസം മാനേജർ മറ്റൊരു ജീവനക്കാരോട് പറഞ്ഞു, നമ്മുടെ സാറിന് ഇതെന്തു പറ്റി? ഇപ്പോൾ ശകാരിക്കുന്നതിലും കൂടുതൽ ചിരിക്കുന്നല്ലോ. മറുപടി ഉടനെ വന്നു, അത് നമ്മുടെ മാഡത്തിന്റെ മാജിക് ആണ്. അങ്ങനെ ഒരു ദിവസം മീനു അടുക്കളയിൽ പായസം ഉണ്ടാക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് ആരോ അവളുടെ മുടിയിഴകളിൽ മെല്ലെ പിടിച്ചു വലിച്ചു. ആ! തിരിഞ്ഞു നോക്കിയപ്പോൾ അജയ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, മീനു ചിരി ഒളിപ്പിച്ചു പറഞ്ഞു. അജയ് അവളോട് ചേർന്ന് നിന്നു. പക്ഷേ നിന്റെ മുഖത്ത് എനിക്ക് ദേഷ്യമല്ല കാണാൻ കഴിയുന്നത്. പിന്നെ? മീനു ഒരു നാണത്തോടെ ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയം, എന്നോടുള്ള പ്രണയം. ഞാൻ അടുത്തു വരുമ്പോൾ നിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. നിന്റെ കണ്ണുകൾക്ക് നിന്റെ മനസ്സിനെ ഒളിപ്പിക്കാനുള്ള കഴിവില്ല. മീനു ചുണ്ടുകടിച്ചു. ഓ, അങ്ങനെയാണോ? അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ എന്നോട് എന്താ പറയുന്നത്? അജയ് മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. മീനു, ഈ കലിപ്പന് ഇനി നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. മീനുവിന്റെ കവിളുകൾ നാണത്തിൽ ചുവന്നു. അവൾ ഒന്നും പറയാതെ അവന്റെ നെഞ്ചിൽ ഒരു ചെറിയ കുത്തു കൊടുത്തു. എന്റെ കണ്ണുകൾ ഇത്രയൊക്കെ പറഞ്ഞോ? നിന്റെ കണ്ണുകളല്ല, നിന്റെ ഹൃദയം. അജയ് പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ടാണ് അമ്മ അങ്ങോട്ട് വന്നത്. മകന്റെ ചിരി കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് എത്ര വർഷമായി, അവർ മനസ്സിൽ പറഞ്ഞു. ഒരു ഞായറാഴ്ച അജയ് മീനുവിനെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ എന്തിനാ വന്നത്? നീ എപ്പോഴും പറയാറില്ലേ ഒരു ദിവസം മുഴുവൻ എന്റെ കൈ പിടിച്ച് നടക്കണമെന്ന്? മീനു സന്തോഷത്തോടെ അവന്റെ കൈ കോർത്തു പിടിച്ചു. ഇത് ഡേറ്റ് ആണോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെ. അവൾ ഒരു കുട്ടിയെ പോലെ ചിരിച്ചു. കടൽ തീരത്തെ തിരമാലകളെ തൊട്ടുകൊണ്ട് അവർ നടന്നു. ഒരേ ഐസ്ക്രീം പങ്കിട്ട് കഴിച്ചു.
ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ടു. വീണ്ടും പരസ്പരം നോക്കി ചിരിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മീനു അറിയാതെ അവന്റെ തോളിലേക്ക് തലചായ്ച്ചു. അജയ് ഒന്നും പറഞ്ഞില്ല. അവളുടെ കൈ മാത്രം കുറച്ചുകൂടി മുറുകെ പിടിച്ചു. അതേസമയം ജയിൽ മോചിതനായ ശേഷം മീനുവിന്റെ രണ്ടാനച്ഛന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ജയിലിൽ എത്തിച്ചത് ആ പെണ്ണാണ്. അവളുടെ ജീവിതം ഞാൻ തകർക്കും. അവൻ ദിവസങ്ങളോളം അജയെയും മീനുവിനെയും രഹസ്യമായി നിരീക്ഷിച്ചു. ഇരുവരുടെയും സന്തോഷം അവന്റെ കണ്ണിലെ തീയായി. കടൽ തീരത്ത് കൈകോർത്ത് നടക്കുന്ന അജയെയും മീനുവിനെയും കണ്ടപ്പോൾ അവന്റെ കൈകൾ ദേഷ്യത്തിൽ വിറച്ചു. നിന്നെ അധികകാലം സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേടി ഞാൻ. നിന്നെ വീണ്ടും ഞാൻ എന്റെ കാൽ കീഴിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും. അന്ന് രാത്രി അവൻ തന്റെ പഴയ ഗുണ്ടാ സംഘത്തെ വിളിച്ചു. അവനെ കൊല്ലണം. അവൻ മരിച്ചാൽ അവൾ വീണ്ടും ഒറ്റപ്പെടും. ഈ പ്രാവശ്യം ഒരു തെറ്റും പാടില്ല. ഗുണ്ടകൾ തലകുനിച്ചു. അത് ഞങ്ങൾ ഏറ്റു സാറേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അജയും മീനുവും ഒരു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയായിരുന്നു. കാർ ആളൊഴിഞ്ഞ റോഡിലെത്തിയതും പിന്നിൽ ഒരു ലോറി വന്ന് ഹോൺ മുഴക്കി. അജയ് സൈഡിലേക്ക് മാറ്റാൻ നോക്കിയതും ലോറി അവരുടെ കാറിന് കുറുകെ നിർത്തി. 5-6 ഗുണ്ടകൾ വടിയും ഇരുമ്പു പൈപ്പുമായി പുറത്തിറങ്ങി. അവരുടെ പിന്നിൽ മീനുവിന്റെ രണ്ടാനച്ഛൻ. അവനെ കണ്ടതും മീനുവിന്റെ മുഖം വിളറിപ്പോയി. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. എന്നെ ജയിലിൽ അയച്ചിട്ട് സന്തോഷായി ജീവിക്കാന്നാണോ കരുതിയത്? ഇന്ന് നിന്റെ കഥ തീരൂടി. അജയ് കാറിൽ നിന്ന് ഇറങ്ങി. മീനുവിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മീനു, എന്ത് സംഭവിച്ചാലും കാറിൽ നിന്ന് ഇറങ്ങരുത്. അജയ്, വേണ്ട പ്ലീസ്. അവൻ പുഞ്ചിരിച്ചു. നിന്നെ സംരക്ഷിക്കാനല്ലേ ഞാൻ ഈ താലി കെട്ടിയത്. നീ ഒന്നും പേടിക്കണ്ട. അടുത്ത നിമിഷം ഗുണ്ടകൾ അജയുടെ നേരെ പാഞ്ഞെടുത്തു. 1 2 3 ഒറ്റയ്ക്ക് എല്ലാവരെയും അജയ് നേരിട്ടു. മീനു കാറിനുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടു നോക്കി. അവസാനം പിന്നിൽ ഒളിച്ചു നിന്ന ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് അജയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു. ആ! അജയ് നിലത്തേക്ക് വീണു. കാറിലിരുന്ന മീനു അലറിക്കരഞ്ഞ് പുറത്തേക്ക് വന്നു. അത് കണ്ട് രണ്ടാനച്ഛൻ ചിരിച്ചു. ഇനി നിന്നെ രക്ഷിക്കാൻ ആരുമില്ല മീനു. അവൻ മീനുവിന്റെ അടുത്തേക്ക് നടന്നു. മീനു ഭയന്നില്ല. അവളുടെ കണ്ണിൽ തീയായിരുന്നു. പ്രതികാരമായിരുന്നു. തന്റെ പ്രാണനെ നോവിച്ചതിനുള്ള പ്രതികാരം. അവൾ അടുത്ത് കിടന്നിരുന്ന ഇരുമ്പുകമ്പി എടുത്തു. അവൻ അടുത്തെത്തിയതും മുഴുവൻ ശക്തിയും എടുത്ത് അവന്റെ കയ്യിലടിച്ചു. എന്നെ തൊട്ടുപോകരുത്. അവൻ വേദനയിൽ പിന്നോട്ടു മാറി. അവൾ വീണ്ടും അടിക്കാൻ ഓങ്ങി. അതിനിടെ റോഡിലൂടെ പോയ ചില നാട്ടുകാർ ഓടിക്കൂടി. അത് കണ്ട ഗുണ്ടകൾ രക്ഷപ്പെട്ടു. രണ്ടാനച്ഛൻ ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ അവനെ പിടികൂടി പോലീസിന് കൈമാറി. മീനു അജയുടെ അടുത്തേക്കോടി. അവന്റെ തല മടിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. അജയ്, എഴുന്നേക്ക് അജയ്. ഒന്നുമില്ല. ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ണു തുറക്ക അജയ്. ജീവിതകാലം മുഴുവൻ എന്നെ സംരക്ഷിക്കാ പറഞ്ഞിട്ട് കണ്ണടച്ച് കിടക്കാണോ? എഴുന്നേറ്റേ. അവളുടെ കണ്ണുനീർ അവന്റെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് ആംബുലൻസ് എത്തി. അജയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയുടെ മുമ്പിൽ ആംബുലൻസ് നിർത്തിയതും ഡോക്ടർമാർ അജയെ ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. വാതിലടഞ്ഞു. മീനുവിന്റെ കാലുകൾ തളർന്നു. അവൾ നിലത്തേക്ക് ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എന്റെ അജയ്ക്ക് ഒന്നും സംഭവിക്കരുതേ. അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. അജയുടെ അമ്മ ഓടിയെത്തി. മീനുവിനെ കണ്ടതും അവർ അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, എന്താ സംഭവിച്ചേ? കരച്ചിലിനിടയിലും മീനു എല്ലാം പറഞ്ഞു. അമ്മേ, എന്നെ രക്ഷിക്കാനാ, എനിക്ക് വേണ്ടിയാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ വീണ്ടും കരഞ്ഞു. അമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു. കരയല്ലേ മോളെ, എന്റെ മോന് ഒന്നും സംഭവിക്കില്ല. അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തു വന്നു. എല്ലാവരും ഓടിച്ചെന്നു. ഡോക്ടർ, എന്റെ മോൻ എങ്ങനെയുണ്ട്? ഡോക്ടർ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ജീവൻ അപകടമില്ല.
തലയ്ക്ക് നല്ല പരിക്കുണ്ട്. എന്നാൽ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് ആള് രക്ഷപ്പെട്ടു. മീനു കണ്ണടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. അവളുടെ നെഞ്ചിലുണ്ടായിരുന്ന ഭാരം ഒരു നിമിഷം കൊണ്ട് ഇറങ്ങിപ്പോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ICUവിലേക്ക് ഒരാളെ മാത്രം കയറ്റിവിട്ടു. മീനു പതിയെ അകത്തേക്ക് നടന്നു. കട്ടിലിൽ കിടക്കുന്ന അജയ്യെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. തലയിൽ വലിയ ബാൻഡേജ്, കയ്യിൽ ട്രിപ്പ്, മുഖത്ത് ചെറിയ മുറിവുകൾ. അവൾ പതിയെ അവന്റെ കയ്യിൽ പിടിച്ചു. ഇത്ര വേദന സഹിക്കേണ്ട ആളായിരുന്നില്ല നിങ്ങൾ. എനിക്ക് വേണ്ടി ഇതും. അവളുടെ കണ്ണുനീർ അവന്റെ കൈകളിലേക്ക് വീണു. പെട്ടെന്ന് അജയ് മെല്ലെ കണ്ണു തുറന്നു. മീനുവിനെ കണ്ടതും ഒരു ചെറിയ പുഞ്ചിരി. നീ കരയാണോ? മീനു ഉടനെ മുഖം തിരിച്ചു. ഇല്ല, കണ്ണിൽ പൊടി വീണതാ. അജയ് പതിയെ ചിരിച്ചു. നിനക്ക് കള്ളം പറയാൻ അറിയില്ല. മീനു അവന്റെ കയ്യിൽ ഒരു ചെറിയ അടി കൊടുത്തു. ഇതൊക്കെ പറയാനാണോ ഇപ്പൊ കണ്ണു തുറന്നത്? ഞാൻ പേടിച്ചു പോയി, അറിയോ? അവളുടെ ശബ്ദം വിറച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അജയ് അവളുടെ കൈ മുറുകെ പിടിച്ചു. എടി പൊട്ടി പെണ്ണെ, നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങോട്ടും പോയില്ല. മീനു കണ്ണീരിനിടയിലും ചിരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അജയ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. വീട്ടിലെത്തിയതും അമ്മ ഇരുവരുടെയും നെറ്റിയിൽ ചന്ദനം തൊട്ടു. ഇനി ഈ വീട്ടിൽ കണ്ണീർ വേണ്ട, ചിരി മാത്രം മതി. വഴക്കുണ്ടാക്കിയാലും 5 മിനിറ്റിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ല. സമ്മതമാണോ? അജയ് അവളുടെ നേരെ കൈ നീട്ടി. ഡീൽ. മീനു ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ കൈ ചേർത്തു. അമ്മ അത് കണ്ട് മനസ്സിൽ പറഞ്ഞു, ഇനി എന്റെ മോന്റെ ജീവിതത്തിൽ ഇരുട്ടില്ല. അവന്റെ ജീവിതം മുഴുവൻ വെളിച്ചമാക്കാൻ ഈ കാന്താരിക്ക് സാധിക്കും. ആ രാത്രി വീട്ടിലെ ടെറസിൽ നക്ഷത്രങ്ങളെ നോക്കി ഇരുവരും നിൽക്കുകയായിരുന്നു. തണുത്ത കാറ്റ് വീശി. അജയ് പതിയെ മീനുവിന്റെ കൈ പിടിച്ചു. ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാണെന്ന് തോന്നി. പിന്നെ അതൊരു ഉത്തരവാദിത്വമായി. ഇപ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്റെ ശ്വാസം പോലെയാണ്. ഐ ലവ് യു മീനു. മീനുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അജയ് ചിരിച്ചു. മീനു അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഈ കലിപ്പൻ എന്നെ പ്രണയിക്കുമെന്ന്. അജയ് കിടപ്പുമുറിയുടെ വാതിലിലേക്ക് നോക്കി ചിരിച്ചു. ഇന്ന് രാത്രി ഇത്ര നാൾ നമ്മുടെ ഇടയിൽ കിടന്നിരുന്ന ആ തലയണ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇനി വേണ്ടല്ലോ. മീനു നാണത്തിൽ മുഖം താഴ്ത്തി. ആ നിമിഷം പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. അജയ് അവളുടെ നെറ്റിയിൽ ഒരു നീണ്ട ചുംബനം നൽകി. മീനു അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കണ്ണുകൾ അടച്ചു. ആകാശത്ത് മഴ. ശരീരവും മനസ്സും കൊണ്ട് ഒന്നാകാൻ ഇരുവരും ആ രാത്രിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അജയ് അവളെ ചേർത്തു പിടിച്ചു. ആ ആലിംഗനത്തിൽ അവരുടെ പ്രണയം വാക്കുകളേക്കാൾ മനോഹരമായി സംസാരിക്കുകയായിരുന്നു. പുറത്തു മഴ പെയ്തുകൊണ്ടേയിരുന്നു. ആ രാത്രി അവരുടെ ഇടയിൽ അതിർത്തികളൊന്നും ശേഷിച്ചില്ല. പ്രണയവും വിശ്വാസവും മാത്രം. ആ നിമിഷം മുതൽ അവർ എല്ലാ അർത്ഥത്തിലും ഒന്നായിരുന്നു. ഇവിടെ അജയുടെയും മീനുവിന്റെയും പ്രണയകഥ അവസാനിക്കുന്നു. ഈ കഥ വായിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹവും എനിക്ക് വലിയ പ്രചോദനമാണ്. വീണ്ടും